നമസ്കാരം. ഞാൻ കൃഷ്ണദാസ്, ആഞ്ജനേയ ജ്യോതിശാലയം. ഓം നമ ശിവായ. ബജ്രംഗി മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് വ്യാഴമാറ്റത്തെക്കുറിച്ചാണ്. കൊല്ലവർഷം 1201 ഇടവമാസം 18-ാം തീയതി 2026 ജൂൺ 1 വ്യാഴം മിഥുന രാശിയിൽ നിന്ന് അതിൻ്റെ ഉച്ചരാശിയായ കർക്കടക രാശിയിലേക്ക് പ്രവേശിക്കുന്നു. ഈ രാശി മാറ്റം കൊണ്ട് മേടരാശിയിൽപ്പെടുന്ന അശ്വതി, ഭരണി, ആർത്തിക എന്നീ നക്ഷത്രക്കാർക്ക് വരുന്ന സാമാന്യ ഗുണഫലങ്ങളോ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രങ്ങൾ വരുന്ന മേടക്കൂറുകാർക്ക് കഴിഞ്ഞ 361 ദിവസത്തോളമായി വ്യാഴം 3-ൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കാതിരിക്കുകയോ പുതിയ സംരംഭങ്ങളോ പുതിയ കാര്യങ്ങളോ വരാതിരിക്കുക, അതുപോലെ തന്നെ ഈശ്വരാധീനം കുറഞ്ഞു നിൽക്കുന്ന അവസ്ഥ. അത് മാറിയിട്ട് ഇപ്പോൾ വ്യാഴം അവരുടെ 4-ാം ഭാവത്തിലേക്ക്, അതായത് കർക്കടക രാശി നേരത്തെ സൂചിപ്പിച്ച മാറി ഉച്ചരാശിയിലേക്ക് പ്രവേശിക്കും. അതുപോലെ തന്നെ വ്യാഴത്തിന് വിശിഷ്ട ദൃഷ്ടികൾ, അതായത് 5-ലേക്കും 9-ലേക്കും എല്ലാ ഗ്രഹങ്ങൾക്കും 7-ലേക്ക് ദൃഷ്ടിയുള്ളതിൽ ഉപരിയായിട്ട് വ്യാഴത്തിന് പ്രത്യേകിച്ച് 5-ലേക്കും 9-ലേക്കും കൂടി ദൃഷ്ടിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് അശ്വതി നക്ഷത്രക്കാർക്ക്, ഭരണി നക്ഷത്രക്കാർക്ക്, കാർത്തിക നക്ഷത്രക്കാർക്ക് ഇവർക്ക് വളരെ അധികം മാറ്റങ്ങൾ, അതായത് കഴിഞ്ഞ ഒരു 11 മാസത്തോളമായിട്ട് തടസ്സപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് മാറി വരാനും, അതേപോലെ പുതിയ ജോലി, പുതിയ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയവും, അതുപോലെ 7ര ശനി കാലഘട്ടം കൂടിയാണ്. 7ര ശനിയുടെ തുടക്കമാണ്. അപ്പോൾ അവിടെ നമ്മൾക്ക് വീട് വയ്ക്കാനുള്ള അവസരം, ഭൂമി വാങ്ങാനുള്ള അവസരം ഒക്കെ സഫലമാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. പിന്നെ ഇതിൻ്റെ ഫലം പൂർണ്ണമായിട്ട് ലഭിക്കണമെങ്കിൽ നമ്മുടെ ഗൃഹനിലയിൽ, അല്ലെങ്കിൽ നമ്മൾ ജനിച്ച സമയത്ത് രാശിയിൽ ഓരോ ഗ്രഹങ്ങളും നിൽക്കുന്നത് എപ്രകാരമാണോ അതനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ വരും. ഇവിടെ പറയുന്ന ഒരു സാമാന്യ ഫലമാണ്. എന്നിരുന്നാലും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വന്നിട്ടുള്ള തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ എല്ലാം മാറിയിട്ട് അനുകൂലമായിട്ട് വരുന്ന ഒരു കാലഘട്ടമായിട്ടാണ് പറയേണ്ടത്. അവർക്ക് പ്രധാനമായിട്ടും മാനസിക ഉല്ലാസം കിട്ടുക, വരവ് കൂടുക, അതുപോലെ തന്നെ ഭാഗ്യം തെളിയുക, നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റുക, കർമ്മപരമായിട്ട് നല്ല ഒരു മാറ്റമുണ്ടാകാൻ സഹായിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. അടുത്ത എപ്പിസോഡിൽ അടുത്ത രാശിയെക്കുറിച്ചുള്ള വിശകലനം ഉണ്ടായിരിക്കും. നന്ദി, നമസ്കാരം.